പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2026 പ്രാരംഭ മാസത്തിൽ, പ്രാരംഭ ദിനങ്ങളിൽ ദൈവിക നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ നിന്ദിക്കുന്ന, നമ്മുടെ പ്രാപ്തി കണ്ട്, നമ്മുടെ കഴിവ് കണ്ട്, നമ്മുടെ അവസ്ഥകൾ കണ്ട്, നമ്മുടെ പ്രാർത്ഥന കണ്ട് പരിഹസിച്ച് നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നമ്മെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ഈ ദൈവവചന സന്ദേശം എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കുക, പ്രാർത്ഥിക്കുക. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: അതിനെ ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. യെരൂശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞ് നെഹമ്യാവെന്ന ദൈവമനുഷ്യൻ മുഖം വാടി വല്ലാത്ത മനോവേദനയിലിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ 2-ാം അധ്യായത്തിൽ രാജാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദൈവഭക്തരെ സംബന്ധിച്ച് അവൻ യെരൂശലേമിനെ നോക്കിയപ്പോൾ യെരൂശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നത് കാണുമ്പോൾ അവൻ അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. അവന് മനോദുഃഖത്തോടെ, വളരെ പ്രയാസത്തോടെ ഇരിക്കുന്നൊരു കാഴ്ച കാണുന്നു. അവിടെ നിന്ന് അവൻ എടുക്കുന്നൊരു തീരുമാനമാണ്: ഇതിങ്ങനെ ആയാൽ, ഇതിങ്ങനെ കിടന്നാൽ പറ്റുകയില്ല. അതിനുവേണ്ടി ഞാൻ എഴുന്നേറ്റ് അതിനുവേണ്ടി പണിയുവാൻ, അതിനു വേണ്ടിയിട്ട് ഒരു തുടക്കം കുറിക്കുവാൻ ഞാൻ എഴുന്നേൽക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ എഴുന്നേൽക്കുന്ന നെഹമ്യാവ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ 2-ാമത്തെ അധ്യായം 18, 19, 20 വേദഭാഗം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, താൻ ഉറപ്പോടെ നെഹമ്യാവ് പറയുന്നൊരു പദമാണ്: എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നതും രാജാവിനോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കുന്നത് തിരിച്ചറിഞ്ഞ നെഹമ്യാവ് അവർ ഒരുമിച്ച് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം, ഒരുമിച്ച് എഴുന്നേറ്റ് പണിയുവാൻ തക്കവണ്ണം തമ്മിൽ അന്യോന്യം ധൈര്യപ്പെടുത്തുമ്പോൾ മറു സൈഡിൽ, മറുഭാഗത്തു നിന്നുകൊണ്ട് ആ ധൈര്യത്തെ ക്ഷയിപ്പിച്ച് കളയാൻ, അവർ എഴുന്നേറ്റ ആ പണികളെ നിന്ദിച്ച് പരിഹസിച്ചു കളയുവാൻ എഴുന്നേൽക്കുന്ന 2 പേരെ നമുക്ക് കാണാൻ കഴിയും: സൻബലത്തും തോബിയാവും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അവർ എഴുന്നേൽക്കുന്നത് യെരൂശലേമിൻ്റെ മതിൽ അത് എന്നും അങ്ങനെ കിടന്നാൽ മതി, അത് തീ വെച്ച് ചുട്ടുകിടക്കുന്നത് അങ്ങനെ തന്നെ കിടന്നാൽ മതി, അതിനകത്ത് ആരും ഒന്നും ചെയ്യണ്ട. ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലർ നമ്മുടെ കുടുംബത്തെ നോക്കി, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ നോക്കി, ആ മിസ്റ്റർ എന്നും അവൻ പ്രാർത്ഥിച്ചൊന്നും മുന്നോട്ട് പോകണ്ട, അവൻ നന്നായി പോകണ്ട, അവൻ എന്നും തകർച്ചയിൽ കിടന്നാൽ മതി, അവൻ തകർന്നു പോയാൽ മതി എന്ന് ആലോചിക്കുമ്പോൾ, എന്ന് പരിഹസിച്ച് നിന്ദിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നത് ആ മിസ്റ്റർ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അതേ പ്രിയമുള്ളവരെ, ഈ സന്ദേശം ദൈവവചന ഭാഗം കൈമാറുമ്പോൾ ഏതെങ്കിലും ഭാഗങ്ങളിൽ, ഏതെങ്കിലും വിഷയങ്ങളിൽ ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങളിൽ ആ
പൊളിഞ്ഞു പോയിരിക്കുന്നൊരവസ്ഥ നിലനിൽക്കുന്നെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങളിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകളിൽ സ്തോത്രം ബ്രേക്കായി കിടക്കുന്നെങ്കിൽ, ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്ന ദൈവമാണെന്ന് ഉറപ്പോടെ പറയാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് പണിയുവാനുള്ള ഇടിഞ്ഞു കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന, തകർന്നു കിടക്കുന്ന മേഖലകളെ പണിഞ്ഞെടുക്കുവാൻ തക്കവണ്ണം, പുതുക്കിപ്പണിയുവാൻ തക്കവണ്ണം, ആർക്കും ഒരു ശത്രുവിനും കയറുവാൻ കഴിയാതെ വണ്ണം, ശത്രു സൈന്യത്തിന് നോക്കുവാൻ കഴിയാതെ വണ്ണം അതിനെ പണിതെടുക്കുവാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം ഇന്ന് ഈ സമയത്തും ചലിക്കുന്നുണ്ട്. വിശ്വാസമുള്ളവർ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. സൻബലത്തും തോബിയാവും എഴുന്നേറ്റ് 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഹേരന്യനായ സൻബലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാബിനായ ഗോശയും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ച് നിന്ദിച്ചു. ചിലർ താങ്കളുടെ പ്രാർത്ഥനയെ കണ്ടിട്ട്, താങ്കളുടെ ദൈവാശ്രയത്തെ കണ്ടിട്ട്, താങ്കൾ ചെയ്യുന്ന ഓരോ വിഷയങ്ങളെ കണ്ടിട്ട് പരിഹസിച്ച് നിന്ദിക്കുന്നെങ്കിൽ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് താങ്കൾക്ക് കാര്യം സാധിപ്പിച്ചു തരുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന് തെളിയിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരൊക്കെ എതിര് നിന്നാലും, ആരൊക്കെ അതിനെ തകർക്കാൻ നോക്കിയാലും, അടുത്ത അധ്യായങ്ങളിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായം 3-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, താങ്കളുടെ ദൈവാശ്രയത്തെ നോക്കിക്കൊണ്ട് ദൈവ അനുകൂലമായി നിൽക്കുന്നു എങ്കിൽ തന്നെയും അവർ അതിനെ നോക്കി എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ദൈവസന്നിധിയിൽ ഇരുന്നാലും, ഉപവസിച്ചാലും, കരഞ്ഞാലും സ്തോത്രം താങ്കൾ കെട്ടി ഉയർത്തിയ മതിൽ ഇടിഞ്ഞു വീഴുമെന്ന് അവർ കരുതിക്കൂട്ടി, അവർ പറഞ്ഞൊക്കുന്ന, അവർ കൂട്ടുകൂടുന്ന, അവർ ആലോചന സഭ കൂടുന്നതിനെ പിരിച്ചു കളയുവാൻ, അതിനെ വ്യർത്ഥമാക്കി കളയാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം ഇന്ന് ഈ സമയത്തും ചലിക്കുന്നുണ്ട്. സ്തോത്രം. അവിടെ സൻബലത്തും തോബിയാവും ചേർന്ന് ഒരു കുറുക്കൻ കയറിയാൽ വീഴുമെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുമ്പോഴും അവിടുത്തെ ദൈവമനുഷ്യനായ നെഹമ്യാവ് പറഞ്ഞ പദം ഇതാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. പ്രിയമുള്ളവരെ, താങ്കളുടെ കുടുംബത്തെ നോക്കി, തകർന്നുപോയ തൻ്റെ കുടുംബത്തെ നോക്കി, തകർന്നുപോയ തൻ്റെ പ്രതീക്ഷകളെ നോക്കി, തകർന്നുപോയ തൻ്റെ സ്തോത്രം മുൻപോട്ടുള്ള ജീവിതത്തെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, കാര്യം സാധിപ്പിക്കുന്നൊരു ദൈവത്തിൻ്റെ കാര്യം ചലിക്കാൻ പോകുകയാണ്. അതിനെതിരെ ആരൊക്കെ നിന്നാലും, ആരൊക്കെ സ്തോത്രം പരിഹസിച്ച് നിന്ദിച്ചാലും ദൈവത്തിൻ്റെ അനുകൂലമായ കരം ചലിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ പരിഹാസ വാക്കുകൾ കേട്ട് തകരാനല്ല, മടുത്തു പോകാനല്ല, ദൈവാശ്രയത്തിൽ മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.